കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ കഥ മാതാവ്. പ്രിയപ്പെട്ട ബാലചന്ദ്രൻ, ഇനി നിങ്ങൾക്ക് പോകാം. കാരണം ഞാൻ പറയാൻ പോകുന്നത് ഒരു വ്യഭിചാരത്തിൻ്റെ കഥയാണ്. ഹേ കഥാകൃത്തേ, നിങ്ങളും ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളോടും നിങ്ങളുടെ വർഗത്തോടും എനിക്ക് സഹതാപമുണ്ട്. നിങ്ങൾക്ക് കരളുറപ്പില്ല. നിങ്ങളെല്ലാം എഴുതിയിടുന്ന കഥകളെടുത്ത് നിവർത്തി നോക്കൂ. വികാരാധീനനായി നിങ്ങൾ ചെല്ലുന്നു, ശരീരം വിൽക്കാൻ തയ്യാറുള്ള ഒരു പുരയിൽ. നഗരത്തിലാണെങ്കിൽ വലിയ തോതിൽ നടത്തുന്ന ഒരു വേശ്യാലയത്തിൽ. എന്നിട്ട് അവളെ കൊണ്ട് കഥ പറയിക്കുന്നു. അവളെ അധപതിച്ച സാമൂഹ്യ വ്യവസ്ഥിതിയെപ്പറ്റി 4 വാചകമടിച്ച് ആര് തണുത്തുപോയെന്ന് നിങ്ങൾ പറയുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ലൈംഗികമായ വിശപ്പിന് വിശുദ്ധ സ്നേഹത്തിൻ്റെ പരിവേഷമിട്ട് നിങ്ങൾ വിളിക്കുന്നു സഹോദരി, എന്നിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. അതിലപ്പുറം എഴുതാൻ ധൈര്യം വന്നിട്ടില്ലാത്ത മിസ്റ്റർ നായർ, നിങ്ങൾക്കും നിങ്ങളുടെ വർഗക്കാരായ സാഹിത്യകാരന്മാർക്കും എൻ്റെ അനുകമ്പ. കൂട്ടുകാരെ, ഇതൊരു കഥയാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഒരു റിപ്പോർട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇത് കഥയാക്കേണ്ട ചുമതല ഞാൻ നമ്മുടെ കഥാകൃത്തിനെ ഏൽപ്പിക്കുന്നു. എവിടെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്? ധൈര്യം അവലംബിച്ച് ഞാൻ മുഹമ്മദിനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഉണ്ട് സർ, നമുക്ക് ലാത്തിരിയായ പോവാം. ഇച്ചിരി പോരം നടക്കണം. ഓ, അത് സാരമില്ല. കുറച്ച് നടന്നാൽ തന്നെ എന്താണ്? നഷ്ടപ്പെടുന്നത് കുറച്ച് ശരീരശക്തിയും 10-12 രൂപയും. നേടാൻ പോകുന്നത് സുഖത്തിൻ്റെ ഒരു സാമ്രാജ്യമാണ്. ആ രാത്രി എൻ്റെ കൂട്ടുകാരിയാവാൻ പോകുന്നവളെക്കുറിച്ച് എനിക്കധികമൊന്നും അറിഞ്ഞുകൂടാ. പഷ്ടാണെന്ന് മാത്രം അവൻ പറഞ്ഞു. കൂടുതൽ ചോദിച്ചില്ല. പരിണാമഗുപ്തി പൊയ്പോകാൻ പാടില്ലല്ലോ. നേരമിരുട്ടി. ഊണ് കഴിഞ്ഞ് റെസ്റ്റ് ഹൗസിൻ്റെ മുൻവശത്തെ വരാന്തയിൽ മുഹമ്മദിൻ്റെ വരവും കാത്തിരുന്നു. മുഹമ്മദ് വന്നു. അവൻ ടോർച്ച് തെളിച്ച് മുന്നിൽ നടന്നു. ഞാൻ പിറകെയും. റെയിൽപാളത്തിൽ നിന്ന് വയലിലേക്കിറങ്ങി. വയൽ കടന്ന് ഇടവഴികൾ താണ്ടി ഒരു കുന്നിൻ ചെരുവിലെത്തി. പറങ്കിമാവുകളുടെ തണലിൽ ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന ഒരൊറ്റപ്പെട്ട വീടിൻ്റെ മുൻപിൽ മുഹമ്മദ് വിളിച്ചു, സെയ്തൂട്ടിക്കാ, സെയ്തൂട്ടിക്കാ. അകത്തു നിന്ന് ഒച്ചയും അനക്കവും കേട്ടു. അവിടെ ഒരു ചിമ്മിനി വിളക്ക് കത്തുന്നുണ്ട്. ആരാത്? ഒരു സ്ത്രീയുടെ ശബ്ദം. മൊയമ്മദാ, വാതിലുറക്കീൻ. വാതിൽ തുറന്നു. 40 അതിലധികമോ പ്രായം വരുന്ന ഒരു ഉമ്മ. മുഹമ്മദിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ കോലായിലേക്ക് കയറി. സെയ്തൂട്ടി വെളുക്കുമ്പോൾ പെരിന്തമണ്ണയ്ക്ക് പോയതാ, അവർ പറഞ്ഞു. എന്നിട്ട് അകത്തേക്ക് കടന്ന് അവർ ആരോടോ കൽപ്പിച്ചു. കദീസുവോ, ആ പായങ്ങടെ എടുത്താ. വാതിൽക്കലേക്ക് ഒരു പുൽപ്പായി നീണ്ടുവന്നു. അത് വാങ്ങി തിണ്ണയിൽ വിരിച്ച് ഉമ്മ വൃത്തിയായി ഒന്ന് ചിരിച്ചു പറഞ്ഞു, ഇരുന്നോളി. ഞാനിരുന്നു. എനിക്കെതിരെ ചെല്ലപ്പെട്ടിയിൽ നിന്ന് മുറുക്കാൻ തെറുത്തെടുത്തുകൊണ്ട് അവരും ഇരുന്നു. അവർ നാടു ചോദിച്ചു. ഉദ്യോഗം എന്താണെന്ന്? TBയിൽ എന്ന് വന്നു? ആ 3 ചോദ്യങ്ങൾക്കും ഞാൻ സത്യമായി തന്നെ മറുപടി കൊടുത്തു. പിന്നെ കുറച്ച് കളവുകളും. മൊഹമ്മദേ, ജിബിടെ ഇരുന്നോ? എന്നിട്ടവർ മുഹമ്മദിനെ പറ്റി എന്നോടൊരഭിപ്രായം പറഞ്ഞു. നല്ലോനാ, സ്നേഹമുള്ളോനാ. ഞാനും മൂളി. അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്, അകത്ത് നിന്ന് അമർത്തിപ്പിടിച്ച രോദനങ്ങളുടെ അലകൾ വരുന്നു. ഉമ്മ അത് ശ്രദ്ധിക്കാതെ സംസാരിക്കുകയാണ്. ഞാനുമായി ഒരു 12 കാലത്തെ പരിചയമുള്ള പോലെയാണ് അവർ സംസാരിക്കുന്നത്. വാക്കിൽ സ്നേഹം തുളുമ്പുന്നുണ്ട്. മകളെ വിൽക്കുന്നുവെന്ന വസ്തുത മറന്നാൽ അവരെ സ്നേഹിക്കാതെ വയ്യ. ഊണൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. വേണമെങ്കിൽ നമ്മടോടെ ചോറക്കുണ്ട്, അയച്ചിട്ട് വേണ്ട. ഊണ് കഴിഞ്ഞിരിക്കുന്നു. അല്ല, നിങ്ങളെപ്പോലത്തെ ചെറുബാല്യക്കാര് ഇങ്ങനെ ജീവനില്ലാണ്ടായാലോ? ഇങ്ങളൊന്നും കടി നോക്കില്ല, ഉമ്മ ഉപദേശിച്ചു. അപ്പോഴെനിക്ക് ഉള്ളിൽ ചിരി വന്നു. 160 റാത്തലിൽ ഒട്ടും കുറയാത്ത എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സ്ത്രീയെ, നിന്റെ വംശം വാഴ്ത്തപ്പെടട്ടെ. അപ്പോഴും അകത്തുനിന്ന് രോദനങ്ങൾ ഉയർന്നു. അത് ശ്രദ്ധിക്കാതെ ഉമ്മ നാട്ടുകാര്യങ്ങൾ പറയുകയായിരുന്നു. നാട്ടുകാര്യങ്ങൾക്ക് പുറമെ വിഷയങ്ങൾ വേറെയുമുണ്ട്. 1. ഖദീസയുടെ പേടി. 2.
സെയ്തുട്ടിയുടെ പ്രാരാബ്ദം 3. പണ്ട് ഞങ്ങൾ കഴിഞ്ഞതെങ്ങനെയായിരുന്നു. അക്ഷമ കാണിക്കരുതല്ലോ എന്നോർത്ത് ഞാൻ കേട്ടു മൂളി. അപ്പോഴും അകത്തു നിന്ന് അടക്കിയ രോദനങ്ങളുണ്ട്. ആരാത്? മുഹമ്മദാണ് എന്നെ രക്ഷിച്ചത്. ഞാൻ ചോദിക്കണമെന്ന് കരുതിയതായിരുന്നു. അവൻ ചോദിച്ചു. മിടുക്കൻ. അത് ബിവാത്തുട്ടിയാ, ഓൾക്ക് ചെവിട്ടു കുത്തിയിട്ടാ ബയ്യ. തുടർന്ന് ഉമ്മ വാതിൽക്കൽ ചെന്ന് അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. കദീസുവോ, ബീവാത്തുവിനോട് പിന്നാമ്പുറത്തുകൂടെ ഇങ്ങോട്ട് പോരാൻ പറ. ഏതാനും നിമിഷങ്ങൾ. ചെവിടുവേദനയുടെ നേർത്ത വിലാപം ഇപ്പോൾ അകത്തു നിന്നാണ് കേൾക്കുന്നത്. സ്ഥലമൊക്കെ ഇത്തിരി കുറവാ. ഞമ്മളീ മാസം വീട് മാറണമെന്നിരിക്കുക. അകത്തേക്ക് കടന്നിരിക്കാം. ഔദ്യോഗികമായ അനുവാദം കിട്ടി. ഞാൻ അകത്ത് കടന്നു. അവിടെ മൺചുമര് ചാരിക്കൊണ്ട് കദീസ നിൽക്കുന്നു. ഒരു കൊച്ചു പെണ്ണ്. മുഷിഞ്ഞ കാച്ചിത്തുണിയും നീളൻ കൈയുള്ള പുള്ളിക്കുപ്പായവും തലയിൽ തട്ടവും. സുന്ദരിയല്ല, വിരൂപയുമല്ല. ഉമ്മ പുറത്തുനിന്ന് വാതിൽ ചാരി. അകത്തൊരു മുറിയേ ഉള്ളൂ. ഉയരം കുറഞ്ഞ ഒരു തിണ്ണ കൊണ്ട് അതിൻ്റെ മൂല അടുക്കളയായി വേർതിരിച്ചിട്ടുണ്ട്. ഞാൻ ഷർട്ടഴിച്ച് അയയിലിടുമ്പോൾ കദീസ മെത്തപ്പായ നിവർത്തുകയായിരുന്നു. ഇവിടെ ഞാൻ തിരശീല താഴ്ത്തുന്നു. വിവരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാണക്കേടുണ്ടായിട്ടല്ല. അത് എൻ്റെ ചുമതലയല്ല. പുരോഗമനക്കാരായ കഥാകൃത്തുക്കൾക്ക് വേണ്ടി ഞാനത് വിട്ടുകളയുന്നു. അവളുടെ നഗ്നമായ ശരീരം കെട്ടിപ്പുടർന്ന് കിടക്കുമ്പോഴും തെക്കുവശത്തെ ചായ്പിൽ നിന്ന് രോദനങ്ങൾ കേൾക്കാം. അസ്വാസ്ഥ്യത്തോടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെവിടോർത്തു. ഉമ്മ, അള്ളോ, നിക്ക് വയ്യേ, ഡുമ്മ. ഞാൻ ചെവിടോർത്തിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു. അത് കുട്ടിയാ. ഏത് കുട്ടി? എൻ്റെ മൂത്തത്. എന്താ അതിന്? അതിനെ ഒരു പല്ലുകുത്താ. ഉമ്മ പറഞ്ഞു ചെവിടുകുത്താന്ന്. അപ്പോൾ ചെവിടുകുത്തും പല്ലുകുത്തും കൂടിയതാവും. അതിനു മറുപടി പറയാതെ എൻ്റെ ചുണ്ടിൽ നിന്ന് സിഗരറ്റ് തട്ടിയെടുത്ത് അവൾ പുക വലിക്കാൻ തുടങ്ങി. വീണ്ടും ദീനസ്വരം. എൻ്റെ മമ്പ്രത്തങ്ങളെ, എൻ്റെ ഉമ്മ. ആ നിലവിളിയുടെ സ്വരം കൂടിക്കൂടി വന്നു. അതടക്കാൻ ഉമ്മ ശാസിക്കുന്നുണ്ട്. ഉച്ചസ്ഥായിയിലെത്തിയ ആ രോദനം താണു താണു വന്നു. പിന്നെ നിശബ്ദതയാണ്. തുടർന്ന് ഈർപ്പമുള്ള അന്തരീക്ഷത്തിലേക്ക് ഒരു ചോരകുഞ്ഞിൻ്റെ കരച്ചിൽ തുളഞ്ഞു കയറി. എൻ്റെ ശരീരം മരവിച്ചതുപോലെ തോന്നി. ഒരു നിമിഷം മാത്രം. പിന്നെ ശാന്തമാണ്. നിശബ്ദത, കനത്ത നിശബ്ദത. വേണ്ടുമ്മ, മിണ്ടല്ലടി. ഉമ്മയുടെ പരുഷസ്വരം. അപ്പോഴും കദീസ കിന്നാരങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനി എന്നാണ് വരിക എന്ന്. വരുമ്പോൾ അവൾക്കൊരു കുപ്പായത്തിൻ്റെ തുണി കൊണ്ടുവരുമോ എന്ന്. ഞാൻ ഇരുട്ടിലേക്ക് പകച്ചു നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. സമയം അരിച്ചു നീങ്ങുന്നു. പുറത്ത് ആരോ നടക്കുന്ന ശബ്ദം കേട്ടു. എന്തോ താളത്തിൽ വീഴുന്ന ശബ്ദം. മണ്ണിൽ കൈക്കോട്ട് വീഴുകയാണെന്ന് തോന്നും. നിങ്ങളെന്താന്നും മിണ്ടാണ്ടേ കുത്തിരിക്കണോ? എൻ്റെ താൽക്കാലിക സഹധർമ്മിണി ചോദിക്കുന്നു. എനിക്ക് പല്ലുവേദനയാണ്. നിങ്ങൾ തമാശയാക്ക? അല്ല, സത്യം. എന്തൊക്കെയോ ഞാൻ ഓർക്കുകയായിരുന്നു. എത്ര നേരമായി? വാച്ചിൽ നോക്കി. നേരം 11 കദീസയോട് യാത്ര പറഞ്ഞ് ഷർട്ടെടുത്തിട്ട് ചാരിയ വാതിൽ തുറന്ന് ഞാൻ പുറത്തു വന്നു. തിണ്ണയിൽ ചിമ്മിനി വെച്ച് ഉമ്മ ഇരിക്കുന്നു. ഞാൻ പോണു. എന്താ അത്ര ധൃതി? സ്നേഹപൂർവ്വം ഉമ്മ ചോദിക്കുകയാണ്. അല്ല, രാത്രി വണ്ടിക്ക് പോണം. ഇനിയും ഈ വഴിക്ക് വരുമ്പോൾ വരണം. നിങ്ങൾക്കൊക്കെ എപ്പോഴും സ്വന്തം സ്ഥലം പോലെ വരാം. ആ സ്നേഹത്തിനും ഔദാര്യത്തിനും ഞാൻ മനസ്സാ നന്ദി പറഞ്ഞു. ചായ്പിൽ നിന്ന് നേർത്ത ദീനരോദനം വീണ്ടും ഉയരുന്നു. ഞാൻ 10 രൂപ നോട്ടെടുത്ത് നീട്ടി. പല്ല് മുഴുവൻ കാണിച്ച് മധുരമായി ചിരിച്ചുകൊണ്ട് അവർ കൈനീട്ടി. ആ വിരലുകളിൽ, നീണ്ടു മെലിഞ്ഞ് വിളറിയ ആ വിരലുകളിൽ ഞാൻ നോക്കി. ഒരിക്കൽ കൂടി നോക്കി. അടക്കിയ ഭീതിയോടെ. ആ വിരലുകളിൽ ചോരയുണ്ടായിരുന്നു. ചോര.